ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടമാണ്. ഉച്ചതിരിഞ്ഞ് 2:30 ദുബായിലാണ് മത്സരം നടക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് ഏറെക്കുറെ സെമി ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ ചിരവൈരികളുടെ പോരാട്ടം എന്ന പ്രത്യേകതയുമുണ്ട്. വിലയിരുത്തൽ എങ്ങനെയാണ് ഗീസ്? റിജിത്ത്, തീർച്ചയായിട്ടും ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറെക്കുറെ സെമി ഉറപ്പിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ്. മറിച്ച് പാകിസ്ഥാന് ഇത് മരണതുല്യ പോരാട്ടം അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് തോറ്റു കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ആദ്യ 4 എത്തുക എന്നത് ദുഷ്കരം തന്നെയാണ്. അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ പ്രകടനം കാഴ്ചവെച്ച് അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ പ്രകടനം ആശ്രയിച്ചുകൊണ്ടിരിക്കും പാകിസ്ഥാന്റെ ഭാവി എന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഈ ദുബായിൽ എത്തിയിരിക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര തൂത്തുവായിരുന്നു. ഒപ്പം ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ ജയം. ബാറ്റർമാരും ബൗളർമാരും ഒരേപോലെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരമാണ് ബംഗ്ലാദേശിനെതിരെ നമുക്ക് കാണുവാനായത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. നേരത്തെ ടി കെ സൂചിപ്പിച്ചതുപോലെ ചിരവൈരികൾ തമ്മിലുള്ള പോരാട്ടമാണ്. എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ പോര് ഒരു അയൽപ്പോര് എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ ഭരണകൂടങ്ങൾ പോലും നേർക്കുനേർ പോര കാണുന്ന അത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാനും. ഒപ്പം തന്നെ ഇത്തവണ അത് കുറച്ചുകൂടി വാശിയേറും, പ്രത്യേകിച്ച് പാകിസ്ഥാന് എന്നത് ഉറപ്പിച്ച് പറയാം. കാരണം 29 വർഷങ്ങൾക്ക് ശേഷമാണ് ICC ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കുവാനായിട്ട് പാകിസ്ഥാന് അവസരം ലഭിക്കുന്നത്. അത് ഇന്ത്യ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ BCCIയുടെ ഇടപെടലിനെ തുടർന്ന് അത് പകുക്കുന്നു. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലേക്ക് മാത്രമായി മാറ്റുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങളും വലിയ ആരോപണങ്ങൾക്കൊക്കെ ഇടയിലൂടെയാണ് ഈ ടൂർണമെന്റ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അത്തരത്തിൽ ഒരു വാശി, ഒരു വൈരാഗ്യം കൂടി ഇന്ത്യയോടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും തോറ്റുകൊടുക്കുവാൻ പാകിസ്ഥാൻ താരങ്ങൾ തയ്യാറാവുക. പക്ഷേ പാകിസ്ഥാന് തുണയാകുന്നത് അല്ലെങ്കിൽ ബാറ്റർമാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ താരമായ ഫക്കർ സൽമാൻ പരിക്കേൽക്കുന്നു. ഇന്ന് ഫക്കർ സൽമാൻ കളിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഒപ്പം ബാബർ അസത്തിന്റെ മുന്നോട്ട് പതുക്കെയുള്ള മെല്ലെപ്പോക്ക്, അതങ്ങനെ അത്തരത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ പാക് ക്രിക്കറ്റ് ബോർഡ് നേരിടുന്നുണ്ട്. താരങ്ങൾക്ക് അതിനുള്ള സമ്മർദ്ദവുമുണ്ട്. ആ സമ്മർദ്ദത്തിൽ പിടിച്ചു കയറുക എന്ന് തന്നെയാണ് ഇന്ത്യ ഇന്ന് ലക്ഷ്യം വെക്കുക. കാരണം ശക്തമായ ബാറ്റിംഗ് നിരയുണ്ട്. രോഹിത് ശർമ്മ അടങ്ങുന്ന, വിരാട് കോഹ്ലി അടങ്ങുന്ന ശക്തമായ ബാറ്റിംഗ് നിരയുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടി ശുഭ്മാൻ ഗിൽ യുവതാരം മിന്നും ഫോമിലാണ്. അതുകൊണ്ട് ബാറ്റിംഗ് നിരയിൽ ഇന്ത്യക്ക് പേടിക്കാനില്ല. പകരം മുഹമ്മദ് ഷമി നയിക്കുന്ന പേസർമാരിലേക്ക് വരികയാണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ 5 വിക്കറ്റ് നേടിയാണ് ഷമി തന്റെ വരവ് അറിയിച്ചത്. അതുകൊണ്ട് ഷമിയെ സ്വാഭാവികമായിട്ടും പാക് താരങ്ങൾ പേടിക്കും. ഒപ്പം തന്നെ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ച് ആയതുകൊണ്ട് തന്നെ വലിയ ഒരു താരനിര സ്പിൻ നിരയിലുണ്ട്. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് അടക്കമുള്ള താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ താരങ്ങളെ പേടിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ICC ടൂർണമെന്റിൽ പ്രത്യേകിച്ച് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ നേർക്കുനേർ വന്ന മത്സരങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മാത്രമാണ്, ആ ഒരു കണക്കിൽ മാത്രമാണ് പാകിസ്ഥാന് നേരിയ ആശ്വാസമുള്ളത്. 5 മത്സരം കളിച്ചതിൽ 3 മത്സരം പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട്. 2 മത്സരമാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ന് ജയിച്ച് ആ ഒരു ലെവൽ ഒരുമിച്ചാക്കുക അല്ലെങ്കിൽ 3-3 ആക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യക്ക് മുന്നിലുണ്ട്. ടി കെ ശരി, ഗീസ് പീറ്റർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.